3:30 ഞങ്ങൾക്ക് അൽമായ മുന്നേറ്റത്തിന്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ്. ഞങ്ങൾ 9 പേരാണുള്ളത്. അതിൽ നിന്ന് 8 പേര് പങ്കെടുത്തു. ഒരാൾക്ക് നാട്ടിലില്ലാത്ത ബാക്കിയുള്ളവരാണ് പങ്കെടുത്തത്. ഞങ്ങൾ എറണാകുളം അതിരൂപതയിലെ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ പുതിയ അഡ്മിനിസ്ട്രേറ്റർ വന്നതിനെ തുടർന്ന് എറണാകുളം അതിരൂപതയിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ കോരിയുടെ കാലത്ത് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ഞങ്ങളുടെ ഇടവകളിൽ ഉണ്ടായ പ്രശ്നങ്ങൾ, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇവിടെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. എറണാകുളം അതിരൂപതയുടെ നിലപാടുകൾ ഞങ്ങൾ കൃത്യമായി അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചു. എറണാകുളം അതിരൂപതയിലെ വിശ്വാസ സമൂഹവും ഞങ്ങളുടെ 328 ഇടവകളുണ്ട്. ഈ 328 ഇടവകളുടെ നിലപാടുകൾ, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ 490 അച്ഛന്മാരിൽ 475 അച്ഛന്മാരും ഒരേ നിലപാടുമായി നിലകൊള്ളുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ കൂരിയ എടുത്തിട്ടുള്ള മുഴുവൻ നിർദ്ദേശങ്ങളും മുഴുവൻ കൽപ്പനകളും ഇനി ഇവിടെ തുടരാനോ അത് മുഴുവൻ പിൻവലിക്കണമെന്ന ആവശ്യമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി നേരം പല രീതിയിലുള്ള ചർച്ചകൾ നടന്നു. അതുമായി ബന്ധപ്പെട്ട് പാംപ്ലാനി എത്താൻ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള മറുപടികളും അത് ക്രോഡീകരിച്ച് അതിന്റെ കൃത്യമായ വിവരം ഞങ്ങളുടെ പ്രസിഡന്റ് ഷൈജു ആന്റണി ഞങ്ങളോട് സംസാരിക്കും. ഞങ്ങൾ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഈ കൂരിയായിട്ട് മുമ്പോട്ട് പോകാനാവില്ല. 2, ഈ അവസാന നിമിഷങ്ങളിൽ വെച്ച അഡ്മിനിസ്ട്രേറ്റർമാരെ പിൻവലിക്കുകയും അവരെ വെക്കാൻ വേണ്ടി കൊണ്ടുവന്ന വൈദികർക്കെതിരെയുള്ള നടപടികളിൽ ഒരു തീരുമാനമുണ്ടാക്കുകയും വേണം. അതുണ്ടാകാതെ ഒരടി പോലും മറ്റു വിഷയങ്ങൾ സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറല്ലായിരുന്നു. ഈ 2 കാര്യങ്ങൾക്ക് മറുപടി കിട്ടാതെ ഇനി മുമ്പോട്ട് പോകാനാകില്ല എന്ന കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് മറ്റു വിഷയങ്ങളിലേക്കൊന്നും കടക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ കടക്കാൻ സമ്മതിച്ചില്ല. കാരണം ഇതിൽ തീരുമാനം ഉണ്ടാവാതെ പറ്റില്ല. അതിൽ ഏറ്റവും പ്രധാനമായി ഞങ്ങൾ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ഈ സഭയുടെ ഭാഗമാണെങ്കിൽ ഞങ്ങളെ ഈ സഭ ഓണപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ഞങ്ങൾ ഈ സഭ ഓണപ്പ് ചെയ്യണം. ഈ 21 വൈദികർക്കെതിരെ ഉണ്ടായ പോലീസിന്റെ കിരാതമായ നടപടികളെ സഭ അപലപിക്കണം. ആ നടപടികൾ ഉണ്ടായ ഉണ്ടായിരുന്ന ഈ അതിരൂപതയുടെ CCTV ദൃശ്യങ്ങൾ ഉടനടി പുറത്തുവിടണം. ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ വളരെ ശക്തമായി. നിങ്ങൾ ഓണപ്പ് ചെയ്യാതെ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഇത് എങ്ങനെ അപലപിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് പിതാവിന് അറിയില്ല. പിതാവിന് അത് മേജർ ആർച്ച് ബിഷപ്പുമായി സംസാരിക്കണം എന്നാണ് പിതാവ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നാളെ തന്നെ പിതാവ് മേജർ ആർച്ച് ബിഷപ്പിനെ കാണാം. മേജർ ആർച്ച് ബിഷപ്പിനെ കണ്ട് സംസാരിച്ചതിന് ശേഷം വിവരങ്ങൾ അറിയിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകാതെ മറ്റൊരു വിഷയവും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ ആ വിഷയത്തിന് വളരെ കൃത്യമായ മറുപടി അവരോട് പറഞ്ഞിട്ടുണ്ട്. കൂരിയെ മാറ്റണം, അഡ്മിനിസ്ട്രേറ്റർമാരെ മാറ്റണം, വൈദികർക്കെതിരെ എടുത്തിട്ടുള്ള ശിക്ഷാ നടപടികൾക്ക് തീരുമാനം ഉണ്ടാവണം. നാളെ മേജർ ആർച്ച് ബിഷപ്പുമായിട്ട് അദ്ദേഹം കാണാം. അപ്പൊ തൽക്കാലത്തേക്ക് മേൽ നടപടികളൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ പറഞ്ഞത് അങ്ങനെ തൽക്കാലത്തേക്ക് നിങ്ങൾ വാവുകൊണ്ട് പറഞ്ഞാൽ പോരാ, ഞങ്ങൾക്ക് കൃത്യമായ എഴുതി തയ്യാറാക്കിയ മറുപടി തന്നെ കിട്ടണം. ആ മറുപടി ഇല്ലാതെ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാനാകില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. നാളെ മേജർ ആർച്ച് ബിഷപ്പുമായിട്ട് സംസാരിക്കാം. കുറച്ച് ചർച്ചകൾ നടത്താതെ അത് പറയാൻ പറ്റില്ല. അപ്പോൾ ഉടനടി ചർച്ചകൾ നടത്തി മറുപടി തന്നേ പറ്റൂ. അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുമായിട്ട് മുമ്പോട്ട് പോകും. ഞങ്ങൾക്ക് അതിനകത്ത് വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇതിനകത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധിക്കാനൊന്നും ഞങ്ങൾ ആളല്ല. ആർക്കും ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. തൽക്കാലത്തേക്ക് മരവിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അങ്ങനെ പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വ്യക്തമായ തീരുമാനങ്ങൾ ഉണ്ടാകണം. ആ തീരുമാനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോകും. ആ കാര്യത്തിനകത്ത് ഞങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയില്ല. ഞങ്ങൾ ഞങ്ങളുടേതായ രീതിക്ക് തന്നെ പോകും എന്നുള്ള കാര്യം അദ്ദേഹത്തെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ടെമ്പററി സൊല്യൂഷൻസിന് ഞങ്ങൾ തയ്യാറല്ല. പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് എത്താൻ കഴിയുമെന്ന ഉറപ്പിൽ മേലാണ് സിനഡ് മാർ പാംപ്ലാനിയെ ചുമതലയേൽപ്പിച്ചിട്ടുള്ളത്. കാരണം എറണാകുളം അതിരൂപതയിൽ നിന്നുള്ള 5 മെത്രാൻമാർ സിനഡിൽ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും മാർ പാംപ്ലാനിയെ ചുമതലയേൽപ്പിച്ചത് എറണാകുളം അതിരൂപതയിലെ അൽമായ മുന്നേറ്റവുമായും എറണാകുളം അതിരൂപതയിലെ വിശ്വാസികളുമായിട്ടും വൈദികരുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുകയും ഈ സമവായ ചർച്ചകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തത് മാർ പാംപ്ലാനിയാണ്. അദ്ദേഹത്തിനെ ചുമതല ഏൽപ്പിച്ചത് അദ്ദേഹം ഇതിലൊരു സൊല്യൂഷൻ കണ്ടെത്തുമെന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ ഈ സമവായ ചർച്ചകളും സമവായവും ഉണ്ടായത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനമുണ്ടായതിന്
ഈ ജനുവരി 11 മുമ്പുള്ള ആക്ഷൻസ്, ജനുവരി 11 ഉണ്ടായ ആക്ഷൻസിനെ തുടർന്ന് ആ സമവായം പോലും ഇനി നിലനിൽക്കുക എന്നുള്ളത് എളുപ്പമല്ല. അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങളിൽ പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എറണാകുളം അതിരൂപതയിൽ ഉണ്ടാകണമെങ്കിൽ ഫസ്റ്റ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കൂരിയ, ഈ സസ്പെൻഷൻ, അഡ്മിനിസ്ട്രേറ്റർമാർ, ഈ കാര്യങ്ങളിൽ തീരുമാനമുണ്ടായാലേ അടുത്ത ഘട്ടത്തിലേക്ക് ചർച്ചകൾ പോകൂ. ചർച്ചകൾ പോയാലും പോയില്ലെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ വ്യക്തമായ തീരുമാനങ്ങളുണ്ട്. എറണാകുളം അതിരൂപതയിലെ വിശ്വാസ സമൂഹത്തിനും വൈദികർക്കും കൃത്യമായ തീരുമാനങ്ങളുണ്ട്. ഞങ്ങൾ അതുമനുസരിച്ച് മുന്നോട്ട് പോകും. അധികാരവും ആജ്ഞാപിക്കലും കൊണ്ട് ഒരു പരിപാടിയും ഇവിടെ നടക്കില്ല. ഒരു കാരണവശാലും അത് അംഗീകരിച്ചു തരില്ല, അത് മുന്നോട്ട് പോകില്ല. ഞങ്ങളുടെ മേഖലാ സമ്മേളനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മേഖലാ സമ്മേളനങ്ങൾ നടക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ഒരു മേഖലാ സമ്മേളനം കഴിഞ്ഞു. അടുത്ത 3 ദിവസങ്ങളിലായി, അടുത്ത ഞായറാഴ്ചയും 3 ദിവസങ്ങളിലായി വിവിധ മേഖലകളിൽ ഞങ്ങൾ സമ്മേളനങ്ങൾ നടത്തുന്നുണ്ട്. ഈ സമ്മേളനങ്ങളെല്ലാം അതേപടി നടന്നു പോകും. ബിഷപ്പിന്റെ തീരുമാനം അനുസരിച്ച് ഈ സമ്മേളനങ്ങളുടെ രൂപവും ഭാവവുമാണ്. അതിനകത്തൊരു സംശയം. ഞങ്ങളാണ് പാമ്പ്ലാനിയുമായി സംസാരിച്ച് ഇവിടെ എല്ലാ പള്ളിയിലും ഒരു കുർബാന വെച്ച് നടത്തിക്കാം. അതിന്റെ ഭാഗമായി 97 പള്ളിയിൽ അച്ഛന്മാർ വിചാരിച്ചിട്ട് നടന്നില്ല, ഞങ്ങൾ വിചാരിച്ചിട്ട് നടന്നു. അപ്പൊ പുള്ളിക്ക് അറിയാം. ഞങ്ങൾ പാമ്പ്ലാനി പിതാവിനോട് പറഞ്ഞു, ഞങ്ങൾ വിചാരിച്ചാലേ ഇവിടെ കുർബാന പ്രസംഗം തീരുവുള്ളത് പിതാവ് നന്നായിട്ട് അറിയാം. ഞങ്ങൾ വിചാരിച്ചിട്ടാണ് ഈ 197 പള്ളിയിൽ കുർബാന നടന്നത്. അതിൽ നിന്ന് പിന്മാറിയപ്പോൾ അത് വീണ്ടും പഴയ പോലെ 7 പള്ളിയിലായി. മറ്റ് ഏത് ഗ്രൂപ്പ് വിചാരിച്ചാലും ഇവിടെ ഒരു പള്ളിയിൽ പോലും സിനഡ് കുർബാന നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല, അത് സമ്മതിക്കില്ല. ബിഷപ്പ് നാളെ പുള്ളി മേജർ ബിഷപ്പിനെ കണ്ടു. ഇല്ലല്ലോ, നാളെ വരും. നാളെ കണ്ട് സംസാരിച്ച് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കാമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം പുള്ളി തലശ്ശേരിക്കും അടുത്താഴ്ച വീണ്ടും ആദ്യം പുള്ളി ഇവിടെ സീനിയർ ആയിട്ടുള്ള വൈദികരെയാണ്. അതിനുശേഷം അപ്പൊ ഞങ്ങൾ എന്ത് ചർച്ച മുന്നോട്ട് പോകണമെങ്കിലും ഈ 3 കാര്യങ്ങളിൽ ഒരു തീരുമാനം വേണമെന്ന് പറഞ്ഞു. അതുപോലെ നാളെ തന്നെ